Hi friends, welcome back to Neha Food Stories. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കരിക്ക് പായസം എങ്ങനെ ഈസിയായി ഉണ്ടാക്കാമെന്നാണ്. ഇതിനു വേണ്ടി 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ നന്നായി തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സിമ്മിലേക്ക് മാറ്റാം. തീ ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ പാല് വറ്റിച്ചെടുക്കാതെയാണ് ഇവിടെ പായസം റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയുള്ള പായസമാണ് വേണ്ടതെങ്കിൽ പാല് കുറച്ച് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യണം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത് കാരണം അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ നന്നായി ഒന്ന് മിക്സായി വരണം. ഇനിയിപ്പോൾ തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ ഈ 1 ലിറ്റർ പാല് വറ്റിച്ചെടുത്ത് ഒരു 3/4 ലിറ്റർ ആക്കി എടുത്താൽ മതി. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 3 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. പാല് ഒന്നും കൂടെ പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ 3 കരിക്കിൻ്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 കരിക്കിൻ്റെ വെള്ളമുണ്ട്, പക്ഷെ എത്ര വെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇനി ഈ കരിക്കിൻ്റെ കാമ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഇളനീർ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാല് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രമേ ഈ കരിക്കും വെള്ളം ചേർത്തടിച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിരിയും. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാനൊരു കൊക്കനട്ടിൻ്റെ ചെറിയ പീസ് എടുത്ത് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കരിക്കിൻ പായസം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്ത് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യിലാണ് ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പും മുന്തിരിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഈ അണ്ടിപ്പരിപ്പും മുന്തിരി റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഫയൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതിരുന്നത്. ഇനിയിപ്പോൾ ഈ പായസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായും നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.